കുറച്ച് സ്ത്രീകൾക്ക് പ്രശ്നമാണ്. സ്ത്രീകൾ നമ്മളൊരു സ്ത്രീയാണ്, സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയാണ്. സത്യാണ്. അത് പണ്ടങ്ങാണ്ടും കാരണവന്മാര് പറഞ്ഞു വെച്ചത് ഒരു അച്ചെട്ടാന്ന് പറഞ്ഞൊരു സംഭവമാണ്. എനിക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കേണ്ടി നിരന്തരം ഒരു 2-3 സ്ത്രീകൾ ഡെയിലി എന്നെ വിട്ടിട്ടാ ജീവിക്കുന്നത്. ഇവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല അന്നത്തെ ദിവസം ഉറക്കം വരൂല. എന്നിട്ട് പറയാം ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കുന്നത് അവള് കാരണമൊന്നല്ലാന്ന്. പക്ഷെ എന്നെ കുറിച്ച് മാത്രമേ അവർ പറയുള്ളൂ. 24 hours എന്നെ കുറിച്ച് ഒരു 4 വീഡിയോസ് എങ്കിലും ഡെയിലി എന്നെ കുറിച്ച് പോസ്റ്റ് ചെയ്യണം. അത് കണ്ട് സൂഹിക്കാനും ആൾക്കാരുണ്ട്. അത് എന്റെ മതത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ എന്റെ മതം, ഞാൻ മതം ഉപേക്ഷിച്ചതാണെങ്കിലും നമ്മൾ ജനിക്കായിട്ട് നമുക്ക് പറഞ്ഞു വരുമല്ലോ നമ്മൾ എങ്ങനെ വന്നു എന്നുള്ളത്. അതിൽ എനിക്ക് എന്റെ മതം എന്ന് തന്നെ വേറൊരു ഒഴിവും ഇല്ല. അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഗുരുവായൂരിലെ കേസ് ഹൈക്കോടതി ഇടപെട്ടു. വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നൊരു തലക്കെട്ടുണ്ട്, ജസ്ന ഹൈക്കോടതിക്ക് പുല്ലുവിലയല്ലേ നൽകുന്നത്. അത് ഓല് തന്നെ അങ്ങ് ഉണ്ടാക്കി. എനിക്ക് ഒന്നാമത് വിദ്യാഭ്യാസം അവിടെ എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ, അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകമുണ്ട്, വിവാഹ ചടങ്ങിനും അവിടുത്തെ അമ്പല വിശ്വാസത്തിനും ആ 2 സമയത്തും അവിടെ ഫോട്ടോഗ്രാഫി അലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പം ഹരേ കൃഷ്ണ മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് എന്താണെന്നറിയോ, കൃഷ്ണന് കടലാസ് മാലയിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ ഈ കടലാസ് മാലയിട്ട് അപമാനിക്കലാവ്? ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊരു വെറുമൊരു കടലാസ് ആണോ? അത് ഈ ഒരു പ്രമുഖ ഭക്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അത് കൊടുത്തത്. ഞാൻ വ്യക്തമായിട്ട് എഴുതുന്നത് തൊട്ടിട്ട് മാല കോർക്കുന്നത് വരെ ഫുള്ളായിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ അതുപോലെ വ്രതം എടുത്ത് ഇറച്ചി മീനും കൂട്ടാതെ ആണ് ഈ ഒരു ഹരേ കൃഷ്ണ എഴുതിയത്. അപ്പം നമ്മളൊരു കടലാസിനെ എനിക്ക് വേണമെങ്കിൽ കൃഷ്ണനാക്കി മാറ്റാം, നിനക്ക് വേണമെങ്കിൽ അതൊരു കഴബയാക്കി മാറ്റാം, നമ്മുടെ ക്യാമറാമാന് വേണമെങ്കിൽ അതൊരു യേശുവിനെ ആക്കി മാറ്റാം, എന്തും ആക്കാം. നമുക്കൊരു കടലാസ് കിട്ടിയാല് ആ കടലാസ് നമ്മുടെ കയ്യിൽ കിട്ടുവോളും എന്താക്കണം എന്നുള്ളത് പിന്നെ നമ്മളുടെ തീരുമാനമാണ്. അതേപോലെ ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം എഴുതിയ ഒരു മാലയാണത്. അതൊരിക്കലും കടലാസ് മാലയല്ല. അവരെന്നിട്ട് ഹൈക്കോടതിയിലേക്ക് കൊടുത്തു, കടലാസ് മാലയിട്ട് കണ്ണനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കുറിച്ച് കേസ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇനി വീഡിയോ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇത് വന്നു. പിന്നീട് ഞാൻ നടയിൽ കൂടെ നടന്നു പോകുന്നത് ആരോ ഒരാളെടുത്ത് പോസ്റ്റ് ചെയ്തു. ഇത് ഡൗൺലോഡ് ചെയ്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് എന്നോട് ഭയങ്കര ദേഷ്യ. ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തിന്റെ കേടാന്ന് എനിക്കറിയൂല. അപ്പൊ ഈ ആള് എന്താക്കിയെന്നറിയോ, ഈ പോസ്റ്റ് ചെയ്തത് എടുത്തുങ്ങാന് കേസ് കൊടുത്തു. ആരുടെ അക്കൗണ്ടിൽ നിന്ന് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത്? അവിടെയും ചോദ്യം മാർക്ക് വരണം. അപ്പം സ്വന്തം അറിവോടെ എടുത്ത വീഡിയോ അല്ല. ഓക്കെ, നിങ്ങൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ജസ്ന ഈ വിഷയം പ്രശ്നമായപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അക്കൗണ്ടിലുള്ളതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവർക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ല. അപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷം ജസ്ന റീൽ ചിത്രീകരിച്ച് സംബന്ധമായിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ ഒരു ഫാൻസിയിലേക്ക് പോയിട്ട് മോൾക്കൊരു സാധനം മേടിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് തെറ്റിദ്ധരിച്ച് ചെയ്തതാണോന്നും എനിക്കറിയില്ല. അതും അമ്പലവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അമ്പലത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ഇട്ടിട്ടുമില്ല. നിങ്ങൾക്കൊക്കെ എന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസുകാർക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നോന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ എപ്പോഴും എത്രത്തോളം എവിടെയും നിഷ്കളങ്കയായിട്ട് നിൽക്കുന്നോ അത്രത്തോളം എന്നെ കുറ്റക്കാരിയാക്കാൻ എല്ലാവരും ശ്രമിച്ചു. അവസാനത്തെ വിവാദം കെട്ടിച്ചമച്ചതാണെന്ന് പറയാം. എനിക്ക് എന്റെ അറിവിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇല്ല. അമ്പല സംബന്ധമായിട്ട് വീഡിയോ എടുക്കണേ അമ്പല നടേന്ന് എടുക്കണം. അല്ലെ അമ്പല എന്തിന്, ഞാൻ പറഞ്ഞല്ലോ പലരും ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വിവാദത്തിന് എന്നെ ഇട്ടുകൊടുത്ത പല സ്ത്രീകളുണ്ട്. അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞത് പോണം വിശ്വാസമുണ്ടെങ്കിൽ അത് മനസ്സ് പോലെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ. പക്ഷെ ഇവരൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു.
അപ്പൊ ഇവർക്കാർക്കും വിശ്വാസം മനസ്സിൽ മാത്രം പോരാ, ഇവർക്കൊക്കെ പ്രകടിപ്പിക്കുക. എനിക്ക് മാത്രം പ്രകടിപ്പിച്ച പ്രശ്നം. താനാണെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യലില്ലേ? ഞാൻ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതിൽ വരുന്നൊരു മാറ്റം എന്താണെന്നറിയോ? നമ്മള് ഒരു സോഷ്യൽ നോമിനെ ബ്രേക്ക് ചെയ്തിട്ടല്ല, ഞാനും ബ്രേക്ക് ചെയ്തിട്ടല്ലായിരുന്നു ചെയ്തത്. പക്ഷെ അത് താങ്കൾ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ നമ്മുടെ മതമാണ് അവിടെ ഞാൻ ജനിച്ചു വളർന്നു വന്ന മതമാണ് പ്രശ്നം, നീയല്ല അവിടെ പ്രശ്നം. ഇപ്പഴും ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ചിട്ട് എത്ര ആൾക്കാർ റീൽസ് എടുത്തിട്ട് എന്തിന് ഈ ഒരു വിഷയം ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് അനു സിതാര വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ വീഡിയോ വിവാദമായിട്ട് നിൽക്കുന്ന സമയത്ത് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം അനു സിതാര പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടല്ലോ അവരുടെ അക്കൗണ്ടിൽ അത്. എന്നിട്ട് അതൊന്നും ആരും പ്രതികരിക്കാൻ വരുന്നില്ല. അന്ന് തന്നെ ഈ രണ്ടാമത് വിവാദമായ സമയത്ത് തന്നെ അവിടുന്ന് വേറൊരു മുസ്ലിം കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അമ്പല നടയെന്ന് നന്ദനത്തിലെ സിനിമ ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പല നടയെന്ന് അമ്പലം അവിടെ നടപ്പന്തലും അല്ല, അമ്പലത്തിന്റെ നേരെ മുമ്പെന്നായിട്ട് അത് അവർ പരാതി കൊടുത്തു. അവിടെ മറ്റു മതസ്ഥര് വരുമ്പോഴാണ് അവര് വിശ്വാസം കൊണ്ട് വരികയാണെങ്കിൽ വിശ്വാസം പ്രാർത്ഥിച്ചു പോയിക്കോട്ടെ ആയിരിക്കും. പക്ഷെ ഒരുപാട് ആൾക്കാർ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവരുടേതായിട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ആ അഡ്മിനിസ്ട്രേറ്റർക്ക് ഞാൻ തെളിവ് സഹിതം അയച്ചു കൊടുത്തു. എന്റെ വിഷയം വന്നതിന് ശേഷം ആ ഒരു പ്രശ്നം കഴിഞ്ഞ് 24 hours ആയിട്ടില്ല. ഒരു കുട്ടികൾ അവിടുന്ന് വീഡിയോ എടുത്തത് ഞാൻ തെളിവ് സഹിതം അയാൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു ഇതൊന്നും എന്താ കംപ്ലൈന്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അയാൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതാ. സത്യം പറയാം, എന്റെ ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. അപ്പൊ അയാൾക്ക് ഇത് ടാർഗറ്റ് ചെയ്യുന്നതാണ്, എന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു അവർക്ക് വിഷയമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അപ്പൊ കൊടുത്തപ്പോ 24 hours ആയില്ല. ഭയങ്കര ന്യൂസ് ആയിട്ട് എല്ലാ മീഡിയയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ജസ്റ്റിൻ സലീം വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഇവര് ഇത് ചെയ്യണ്ടായിരുന്നോ, നടപടി എടുക്കണ്ടായിരുന്നോ? നമ്മൾ തെളിവ് സഹിതല്ലേ കൊടുക്കുന്നത്? ഞാൻ സ്ക്രീൻഷോട്ട് സഹിതം കൊടുത്തു. കണ്ണൻ സഹായിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പല സമയത്തും ജീവിതത്തിൽ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നിട്ട് അതെന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസിലേക്ക് നമ്മൾ പോകുന്നത്? അല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും? 3 പ്രാവശ്യം. എന്തുകൊണ്ട്? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇയാൾ എന്നോട് ചോദിച്ചു പിന്മാറാൻ താല്പര്യമുണ്ടോന്ന്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, പിന്മാറുന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ മരണമായിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നത് ഞാൻ കുട്ടിക്കാലം തൊട്ടേ ബഹുമാനിച്ചൊരു വ്യക്തി, എൻ്റെ സഹോദരൻ തുല്യമായിട്ടുള്ള, നമുക്ക് രക്തബന്ധത്തിൽ തന്നെ ഉള്ള ആൾക്കാർ സഹോദരന്മാരാവണമെന്നില്ല. ഉമ്മയുടെ അനിയനും ഏട്ടനും ആ ഒരു ബന്ധത്തിൽ നമ്മൾ സഹോദരൻ സഹോദരിമാരായിട്ടാണ് കണക്കാക്കുക. അപ്പൊ എൻ്റെ ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, നീ ഇപ്പം ചെയ്യുന്ന ജോലിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് വേശ്യാവൃത്തി, നീ അതിന് പോട്, നിനക്ക് വേണേൽ ഞാൻ സഹായം ചെയ്യാം, നിനക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു. 2-3 ദിവസം എനിക്ക് മനസ്സിനും അല്ലാണ്ട് അലട്ടി. 3-ാം ദിവസം പിടുത്തം വിട്ടുപോയി. കാരണം ഞാൻ ഒരു വേശ്യാവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനേക്കാട്ടിലും മോശപ്പെട്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പെട്ടെന്ന്, എന്നെ പോലുള്ള ഒരാൾ അന്നൊന്നും ഇത്രയും തൻ്റെടവും ഗഡ്സും അല്ലെ അത്രയും പുറം ലോകമായിട്ട് വലിയ പരിചയമില്ലാത്ത ഒരാൾ, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ഇന്നൊക്കെയാണെങ്കിൽ ഞാൻ ബോടാ പുല്ലേ, നീ നിന്റെ കാര്യം നോക്കടാന്ന് പറയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു.